അസ്സലാമു അലൈക്കും. നിങ്ങൾ എവിടെ സ്ഥലം എന്ന് നമുക്കറിയില്ല. ഞാൻ അബ്ദുസമൻ്റെ നാട്ടുകാരനാണ്. നമ്മൾ പല ഗ്രൂപ്പുകളതൊക്കെ ഇങ്ങനെ കാണലുണ്ട്. അബ്ദുസമൻ്റെ സംസാരം ഇതൊക്കെ നിങ്ങളെ അഭിപ്രായം പറഞ്ഞപ്പോൾ നിങ്ങൾ നേരിട്ടൊരു വോയിസ് ഇടാന്നുള്ള ഇതിൽ വോയിസ് ഇട്ടതാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഗ്രൂപ്പിൽ പറഞ്ഞല്ലോ മഹല്ല് ഇടപെടൂലെ, കുടുംബക്കാരെ ഇടപെടൂലൊക്കെ ചോദിച്ചല്ലോ. ഞാനും ഓല കുടുംബത്തിൽപ്പെട്ട, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ മലപ്പുറം ജില്ലക്കാരനാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കലങ്ങോടൻ എന്ന് പറഞ്ഞത്. വലിയ കുടുംബമാണ്, നല്ല സഹായിക്കുന്ന കുടുംബമാണ്. ഈ 5 ലക്ഷം ഈ കലങ്ങോടന്മാർക്ക് ഒരു പ്രശ്നമില്ല. ഒത്തൊരുമിച്ച തീരുന്ന കേസുള്ളൂ. ഞാനും ആ കലങ്ങോടന്മാരെ പെട്ട ഒരാളാണ്. പിന്നെ മഹല്ല് ഇടപെട്ടിയിലെ അതേമാതിരി നിങ്ങളെ കുടുംബക്കാരെ ഇടപെട്ടിയെന്ന് ചോദിച്ചപ്പോൾ നമുക്കൊരു ഇടങ്ങേറ്. എന്തുകൊണ്ടാണ് ഇടപെടാത്തതെന്ന് നിങ്ങൾ അറിയണില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ വന്നൊന്ന് അന്വേഷിക്കണം, എന്നാലേ അറിയുള്ളൂ. ഞങ്ങളെ നാട്ടിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പൊ ഈ ഗ്രൂപ്പിൽ നമ്മളെ നാട്ടിൽ നിന്ന് സപ്പോർട്ട് ഗ്രൂപ്പിലുള്ളതിൽ ഈ കലങ്ങോടന്മാരെ 2-3 ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും ഇതില് മുന്നിൽ വരുന്നില്ല. ഉള്ള ആൾക്കാർ കലങ്ങോടന്മാരെ കാര്യത്തിൽ മുന്നിട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ് സഹായത്തിനൊക്കെ. പക്ഷെ ഇതിൽ ഇറങ്ങൂല. ഇറങ്ങാത്തതിന്റെ കാരണം വേറൊരിതാണ്. പിന്നെ ഈ തങ്ങള് സമ്മതം എന്നൊക്കെ പറയുന്നുണ്ട്. ഗ്രൂപ്പിലാണ് ഇപ്പൊ ഒരു സംഭവമായി മാറിയത് തങ്ങള്. ഞങ്ങളെ നാട്ടിലൊന്നും മൂപ്പർക്ക് ഒരു ഹാൻഡ് ഇല്ല. ഈ ഗ്രൂപ്പിൽ ഭയങ്കര ഹാൻഡാണ്. ഏതായാലും ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ ഇവന്റെ അടുത്ത ഉടായ്പ എന്താ അറിയില്ല. ഉടായ്പിന്റെ മാസമാണ് ഇത്. കഴിഞ്ഞാൽ ഇനി അടുത്ത ഉടായ്പ എന്താ, ലോണ് കഴിഞ്ഞ് ഇനി അടുത്ത ഉടായ്പ എന്തായിട്ട് വരുമെന്ന് അറിയില്ല. എവിടെ എത്തും അല്ലാഹു അലം. കാരണം ഞങ്ങളെ നാട്ടിൽ നിന്ന് സഹകരണം ഉണ്ടാവില്ല, ഈ ഗ്രൂപ്പിൽ നിന്നുള്ള സഹകരണം ഉണ്ടാവുള്ളൂ. അതായത് മൂപ്പരെ അറിയുന്ന ആൾക്കാര് സഹായിക്കൂല, അറിയാത്ത ആൾക്കാരെ സഹായിക്കുള്ളൂ. അങ്ങനല്ല മൂപ്പര് പറഞ്ഞത് നാട്ടിൽ നിന്ന് സപ്പോർട്ടില്ല. മൂപ്പരെന്നെ പറയുന്നുണ്ട് നാട്ടിൽ നിന്ന് സപ്പോർട്ടില്ല ഒക്കെ പറയുന്നുണ്ടല്ലോ. ഇതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല. മൂപ്പര് അറിയാത്ത ആൾക്കാർ സപ്പോർട്ട് ചെയ്യും, സഹായിക്കുകയൊക്കെ ചെയ്യും. സഹായിച്ചോട്ടെ. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ സഹകരണം പ്രതീക്ഷിക്കുന്നില്ല. മൂപ്പര് പ്രതീക്ഷ ഇല്ലായിരുന്നു. അസ്സലാമു അലൈക്കും. നിങ്ങള് മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടല്ലേ, നിങ്ങളെ സ്ഥലം എവിടെയാണ്? പിന്നെ നമ്മള് തങ്ങളെ നാട്ടുകാരനാണ്. പക്ഷെ നാടിന് കുഴപ്പമൊന്നുമില്ല. നാടിനെ വിട്ടൊന്നും പറയണ്ട. പിന്നെ നാടിന് ഒരു കുഴപ്പമില്ല. തങ്ങളെ പ്രശ്നം തന്നെയാണ്. വേറെ പ്രശ്നമൊന്നും കാണില്ല നമ്മള്. പിന്നെ ഈ കലങ്ങോടം എന്ന് പറഞ്ഞത് ജിദ്ദയിലും മക്കത്തും മദീനത്തൊക്കെ ഇഷ്ടംമാരെ ആൾക്കാരുണ്ട്. വലിയ വലിയ പൈസക്കാരാണ്, വലിയ വലിയ ബിസിനസ്സുകാരാണ്. ഇവർക്കൊന്നും ഒരു 5 ലക്ഷം ഒരു പ്രശ്നമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ ഈ സമ്മദ് പറഞ്ഞ ആള് ഉംറക്ക് വന്നിട്ട് മക്കത്ത് വന്ന് യാചിച്ച്. എന്തിനു വേണ്ടി അറിയാം? മക്കത്ത് വന്ന് യാചിച്ച് ഉംറ തുണിക്കും വേണ്ടിട്ട്. ഒരാൾ ഉംറക്ക് വരുമ്പോ നാട്ടിൽ നിന്ന് അത് കരുതി പോരും. അയാൾ ഇവിടെ വന്നിട്ട് യാചിച്ച് ഉംറ തുണിക്കും വേണ്ടിട്ട്. ഞങ്ങൾ കലങ്ങോടന്മാര് ശരിക്കും നല്ല മൂപ്പരായിട്ട് നല്ല ഐക്യാണെങ്കിൽ മൂപ്പരെ സ്വീകരിച്ചിരുന്നു മക്കത്ത്. പക്ഷെ ആരും പോയിട്ടില്ല. മൂപ്പരെ ഭാര്യന്റെ കുടുംബമാണ് ഈ കലങ്ങോടന്മാരാണ്. ആരും സ്വീകരിച്ചിട്ടില്ല, ആരും പോയിട്ടില്ല. ഒരു മനുഷ്യൻ പോയിട്ടില്ല. മക്കത്തും പോയിട്ടില്ല, മദീനത്തും പോയിട്ടില്ല. പുറത്തുനിന്നുള്ള സഹായങ്ങൾ, അതായത് മൂപ്പരെ പറ്റി അറിയാത്ത ആൾക്കാരെ നല്ല സഹായിക്കുന്നു. വേറെ ആരും പോയിട്ടില്ല. കരച്ചിലാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത്. അഭിനയം നല്ലോണ്ട്. ഇതേമാതിരിക്ക് ഗ്രൂപ്പിൽ സജീവമായി വന്ന ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെ മൂപ്പരോട് പറഞ്ഞ് നിങ്ങൾ സഹായിച്ചോളി, നല്ല കാര്യമാണ്. പക്ഷെ മൂപ്പരെ പറ്റി ശരിക്കും അന്വേഷിച്ചിട്ട് നിങ്ങൾ സഹായിക്കും മുന്നോട്ട് ഇറങ്ങിയാറ്. അങ്ങനെ ഓല് പിന്നെ അന്വേഷിച്ച് പിന്നെ ഇയാളെ സംസാരത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ കിട്ടുകയും ചെയ്ത്. അപ്പം പിന്നെ അവര് വേക്കോട്ടൊന്നും ചെയ്ത്. ഇന്ന് പറയുന്ന സംഭവമല്ലേക്കാരം നാളെ പറയരുത്. വാക്കുകൾ ഇങ്ങനെ മാറിക്കൊണ്ട് വരും. പിന്നെ കരച്ചിൽ ഇയാളൊരു വളന്ന് തോന്നുന്നത്. നമുക്കിത് കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത്. കാരണം മൂപ്പരെ ഭാര്യ വന്ന് സംസാരിക്കണോ. ഭാര്യ ഗ്രൂപ്പിൽ ഭയങ്കര സജീവാണ്. സാബി സമ്മദ് പറഞ്ഞ ഒരാളുണ്ട്. അത് ഭാര്യ ഭയങ്കര സജീവാണ് ഇതിൽ.